അടുത്തതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒന്നിൽ കൂടുതൽ ഫണ്ട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സോഴ്സസിൽ നിന്നും ഫിനാൻസ് ചെയ്യുന്ന അതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ weighted average cost of capital, which is also known as composite cost of capital or overall cost of capital, and it is the average cost of the cost of various source of financing. ഒന്നിൽ കൂടുതൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് ഒരു ടോട്ടലായിട്ട് നമ്മൾ പറയുന്നതാണ് വെയ്റ്റഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വെയ്റ്റ്സ് അസൈൻ ചെയ്യും. അതായത് പ്രപ്പോർഷൻ്റെ ബേസിസിൽ നമ്മൾ വെയ്റ്റ്സ് അസൈൻ ചെയ്യണം. ഓരോ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഇൻ ടോട്ടൽ വെച്ച് നോക്കുന്നുണ്ട് എത്രയൊക്കെ പ്രപ്പോർഷൻ ഉണ്ട്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ടോട്ടൽ 5 lakh ആണ് നമ്മുടെ ടോട്ടൽ ഫണ്ട് എന്ന് പറയുന്നത്. ആ 5 lakh എങ്ങനെയൊക്കെയാണ് റേസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം കാണും, ഡിബഞ്ചേഴ്സ് ഒരു 3 ലക്ഷം കാണും. അപ്പം ടോട്ടൽ 5 lakhന്റെ ഫിനാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഫണ്ട് ഉണ്ട്. പക്ഷെ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ്. അപ്പം ഒന്നിൻ്റെ പ്രപ്പോർഷൻ ടോട്ടൽ 5 lakhsൽ ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ എത്രയാണെന്ന് നോക്കുക. അതേപോലെ തന്നെ ടോട്ടൽ 5 lakhs ഫണ്ടിൽ ഡിബഞ്ചറിന്റെ പ്രപ്പോർഷൻ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നിനും ഓരോ സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങിനും നമ്മൾ വെയ്റ്റ്സ് അസൈൻ ചെയ്യും അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ബേസിസിൽ. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഇൻ ടോട്ടൽ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ്സ് ആണ്. ഒന്നെങ്കിൽ ബുക്ക് വാല്യൂൻ്റെ ബേസിസിലായിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂൻ്റെ ബേസിസിലായിരിക്കാം കണ്ടുപിടിക്കുന്നത്. സോ നിങ്ങൾ ഇത്ര മാത്രം നോക്കുക. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഒന്നിൽ കൂടുതൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങിൽ നിന്നും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. ഓൺ എ ടോട്ടൽ നമ്മളൊന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതേപോലെ തന്നെ 2 രീതിയാണ്. ബുക്ക് വാല്യൂൻ്റെ ബേസിസിലും വരും, മാർക്കറ്റ് വാല്യൂൻ്റെ ബേസിസിലും വരും. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട് വെയ്റ്റ്സ് അസൈൻ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. വെയ്റ്റ്സ് അസൈൻ ചെയ്യുന്നത് ഓരോ സോഴ്സിൻ്റെയും ഇൻ ടോട്ടൽ അതിനകത്ത് എൻ്റെ ഒരു പ്രപ്പോർഷൻ്റെ ബേസിസിലാണ് നമ്മൾ വെയ്റ്റ്സ് അസൈൻ ചെയ്യുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതിന് മുന്നേ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇക്വേഷൻ ആണ് പറയുന്നത്. സിഗ്മ WX ഡിവൈഡഡ് ബൈ സിഗ്മ W. അപ്പം WX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ഇൻറ്റു എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓരോ ഫണ്ടിൻ്റെയും കോസ്റ്റിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് വെയ്റ്റ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ്, ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഓവറോൾ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഏതൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പം പല തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫണ്ട് ചേർന്നിട്ടാണ് നമ്മൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ റേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കണം ഒരു ഓവറോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിരിക്കും, ബുക്ക് വാല്യൂം തന്നിരിക്കും, മാർക്കറ്റ് വാല്യൂം തന്നിരിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബുക്ക് വാല്യൂൻ്റെ ബേസിസിലാണ്. സോ എ ബുക്ക് വാല്യൂ വെയ്റ്റ്സ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്കിനി ഓരോ കോളമായിട്ട് തിരിക്കണം. ഫസ്റ്റ് കോളം ആണ് സോഴ്സ്, സെക്കൻഡ് കോളം നമ്മളുടെ പ്രപ്പോർഷനേറ്റ് ആ ഒരു ബുക്ക് വാല്യൂ എമൗണ്ട് എഴുതണം. അതേപോലെ തന്നെ നമുക്ക് വെയ്റ്റ്സ് അസൈൻ ചെയ്യണം. കോസ്റ്റ് ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. അതോടെ എഴുതിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി ഇത് ചെയ്യാം. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നതാണ്. ഇക്വിറ്റിക്ക് 12% വരും, റീറ്റെയിൻഡ് ഏർണിംഗ്സിന് വരുന്നതാണ് 11%, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് 10ഉം ഡിബഞ്ചേഴ്സിന് 8ഉം വരും.
സോ ഇത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നതാണ്. ആൻഡ് നമ്മളത് തന്നെ എക്സ് വാല്യൂസിൽ എടുത്തെഴുതും. അപ്പം നിങ്ങൾ ഓർക്കുക, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു സിംഗിൾ സോഴ്സിൽ നിന്നാണെങ്കിൽ 12% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിരുന്നെങ്കിൽ 11%, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ 10%. നമ്മൾ ഇത്രയും നേരം ചെയ്ത, അല്ലെങ്കിൽ അതിന് മുന്നത്തെ ക്ലാസ്സുകളിലെല്ലാം ചെയ്ത ഓരോ സിംഗിൾ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുന്ന രീതിയിൽ കണ്ടുപിടിച്ചതാണ് ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് കോളം വെയ്റ്റഡ് കോസ്റ്റ്. അപ്പം നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് സോഴ്സ് എല്ലാം എഴുതാം. ഇക്വിറ്റി, റീറ്റെയിൻഡ് ഏർണിങ്സ്, അതേപോലെ തന്നെ പ്രിഫറൻസ്, ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കിയാണ് എഴുതുന്നത്, ഡിബഞ്ചേഴ്സ്. നമുക്ക് എമൗണ്ടും തന്നിട്ടുണ്ട് 1 lakh, അതേപോലെ തന്നെ 25,000, പ്രിഫറൻസും 25,000, ഡിബഞ്ചേഴ്സ് 50,000. നമ്മൾ പറഞ്ഞു വെയ്റ്റ്സ് എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ വെയ്റ്റ്സ് അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ് വരുന്നത്? 1 lakh പ്ലസ് 25,000 പ്ലസ് 25,000, അപ്പം 1,50,000 ആയി, പ്ലസ് 50,000 2 lakh ആണ് നമ്മളുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെയ്റ്റ്സ് അസൈൻ ചെയ്യാനായിട്ട് കണ്ടുപിടിക്കണം. അതായത് 1 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ. 1 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നുണ്ട് എത്ര വരും? ഇൻറ്റു 100 ചെയ്യുന്നുണ്ട് നമുക്ക് വെയ്റ്റ് കിട്ടും. അതായത് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ടോട്ടലിൻ്റെ എത്ര പ്രപ്പോർഷനേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 1 lakh ഡിവൈഡഡ് ബൈ 2 lakhൽ 1 lakh ആണ് നമുക്ക് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് എത്ര വരും? 50% ഇക്വിറ്റി ആണെന്ന് മനസ്സിലായി. അതാണ് അതിൻ്റെ വെയ്റ്റ്. ഇൻ സിമിലർ വേ നമ്മൾ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കണം. 25,000 റിട്ടേൺഡ് ഏർണിങ്സ് ഔട്ട് ഓഫ് 2 lakh, 2 ലക്ഷത്തിൽ 25,000 റിട്ടേൺഡ് ഏർണിങ്സ് ആണ്. അപ്പം ശതമാനം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ 12.5% വരും. സെയിം പ്രിഫറൻസിനും 25,000 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 2 lakh ഇൻറ്റു 100 ചെയ്യുന്നതാണ് 12.5% തന്നെ വരും. ലാസ്റ്റ് 50,000 ഡിവൈഡഡ് ബൈ 2 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 25% എന്ന് വരും. ഇനി കോസ്റ്റ് നേരത്തെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 12%, 11%, 10% ആൻഡ് 8%. ഇനി നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? WX. സോ W ഇൻറ്റു എക്സ് ചെയ്യണം. W ഇൻറ്റു എക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ പെർസെൻറ്റേജിൽ നിന്നങ്ങ് മാറ്റാം. അപ്പം 0.5 ഇൻറ്റു 0.12 ഇൻറ്റു 100 എന്ന് എഴുതാം. ഇനി ഇത് ഇത്രയും നമുക്ക് ഇൻറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണെന്ന് നോക്കണം. ഇത് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 6 എന്ന് കിട്ടും. സിമിലർ വേ നമുക്ക് ഓരോന്നും ചെയ്യണം. പെർസെൻറ്റേജ് മാറ്റിയെടുക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഏറ്റവും ഫൈനലി നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റും നമ്മൾ പെർസെൻറ്റേജിൽ തന്നെയാണ് എഴുതേണ്ടത്. സോ ഇവിടെ നമ്മൾ 12.5%നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് 0.125 വരും. ഇൻറ്റു 0.11 ഇൻറ്റു 100 ചെയ്യാം. അപ്പം നമുക്ക് 1.375 എന്ന് കിട്ടും. അതേപോലെ തന്നെ 0.125 ഇൻറ്റു 0.1, അപ്പം നമുക്ക് എത്ര കിട്ടും? ഇൻറ്റു 100 കൂടെ ചെയ്യണം, 1.25 എന്ന് കിട്ടും. ഇനി 0.25 ഇൻറ്റു 0.08, അപ്പം നമുക്ക് 2 എന്ന് കിട്ടും. അപ്പം നമുക്ക് എല്ലാം 100ൽ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ കിട്ടി. നമുക്കിതിനെ എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. WACC അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടും. അതായത് പെർസെൻറ്റേജിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് 6, റിറ്റേൺഡ് ഏർണിങ്സിന് 1.375, അടുത്തത് 1.252. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും 10.62 എന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 625.
ഇത് ഇത്രയുമാണ് ബുക്ക് വാല്യൂൻ്റെ ബേസിസിൽ. ഒന്നുമില്ല, നമ്മൾ ആദ്യം തന്നെ വെയ്റ്റ്സ് കണ്ടുപിടിക്കണം. അതിന് അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിന് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. ടോട്ടൽ ഫണ്ട് എത്രയാണോ അതിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ്. ഇപ്പം 2 ലക്ഷത്തിൽ 1 ലക്ഷം, അപ്പം നമുക്ക് 50% ആണെന്നറിയാം. അതുപോലെ 2,25,000, 2 ലക്ഷത്തിൽ 25,000 ആണ്. സോ 12.5% ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് വെയ്റ്റ്സ് അസൈൻ ചെയ്തു, കോസ്റ്റ് അസൈൻ ചെയ്തു, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുന്നുണ്ട് നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. സെയിം വേ നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാർക്കറ്റ് വാല്യൂൻ്റെ ബേസിസിൽ കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ സോഴ്സ് എഴുതുക. സോഴ്സ് എഴുതുന്നുണ്ടെ സോഴ്സും എമൗണ്ടും വെയ്റ്റ് എക്സ് വാല്യൂ ഡബ്ല്യു എക്സ്. സോഴ്സ് നമുക്കറിയാം, ഒരെണ്ണത്തിന് മാർക്കറ്റ് വാല്യൂ ഇല്ല, റീറ്റേൺ ഏർണിങ്സിനില്ല. അപ്പം ഇക്വിറ്റിയുടേത് 1,20,000 വരും. അടുത്തതാണ് പ്രിഫറൻസ്, 25,000 വരും. അടുത്തതാണ് ഡിബഞ്ചേഴ്സും 50,000. അപ്പം ഇൻ ടോട്ടൽ നമുക്ക് 1,95,000 ഇതാണ് വരുന്നത്. അപ്പം 1,95,000 1,20,000 ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്രയായിരിക്കും പ്രപ്പോർഷൻ വരിക? നമുക്ക് ഇപ്പം ഇൻറ്റു 100 ചെയ്തില്ലെങ്കിലും 0.615 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനോ 25,000 ഡിവൈഡഡ് ബൈ 1,95,000 0.128 എന്ന് വരും. അതേപോലെ തന്നെ 50,000 ഡിവൈഡഡ് ബൈ 1,95,000 0.256 എന്ന് വരും. നമുക്ക് കോസ്റ്റ് എടുത്തെഴുതുക. ഇക്വിറ്റിയുടെ കോസ്റ്റ് 12, പ്രിഫറൻസിൻ്റെ കോസ്റ്റ് 10, ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് 8. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നുണ്ടെ നമുക്ക് വരുന്ന എമൗണ്ട് ആണ് 7.38. അതായത് 0.615 ഇൻറ്റു 12% ചെയ്യുന്നുണ്ടെ നമുക്ക് 7.38 എന്ന് വരും. അടുത്തത് 0.128 ഇൻറ്റു 10 ചെയ്യുന്നുണ്ടെ നമുക്ക് കിട്ടുന്നതാണ് 1.28 എന്ന് കിട്ടും. 0.256 ഇൻറ്റു 8 ചെയ്യുന്നുണ്ടെ 2.05 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ടെയാണ് നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരിക. സോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, വെയ്റ്റ്സ് അസൈൻ ചെയ്യാനായിട്ട് മെയിനായിട്ട് നോക്കാം. നിങ്ങൾക്ക് മിക്ക ക്വസ്റ്റ്യനും കോസ്റ്റ് അതേപോലെ തന്നെ തരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ്. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നമ്മളതിൻ്റെ ഏത് മെത്തേഡ്, ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡാണോ ഏർണിംഗ് പ്രൈസ് മെത്തേഡാണോ തന്നിരിക്കുന്നത് പോലെ ക്വസ്റ്റ്യനിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. സോ നമ്മളിപ്പം ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കോസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സും കോസ്റ്റ് ഓഫ് പ്രിഫറൻസും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും മെയിനായിട്ട് പഠിച്ചെങ്കിലേ ഇങ്ങനെ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വന്നാലും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് കോസ്റ്റ് തരുമെന്ന് ഞാൻ പറഞ്ഞു, അതായത് ഇക്വിറ്റിയുടെ കോസ്റ്റ് തരും. ചില ക്വസ്റ്റ്യൻസിൽ തരില്ല, അവിടെ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സോ ഇത് ഇത്രയുമേ ഉള്ളൂ കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.